SAP എന്ന് പറയുന്ന ഒരു മൾട്ടിപർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഒറ്റ കുടക്കീഴിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് SAPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ പല ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് നമ്മൾ SAPയിൽ പല മൊഡ്യൂളുകളായിട്ട് തിരിച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് FICO എന്ന് പറയുന്ന ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് MM എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, HR കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് HR, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പല മൊഡ്യൂളുകളായിട്ട് SAP തിരിച്ചിട്ടുണ്ട്. SAPക്ക് 2 ലെവൽസ് ആണുള്ളത്, ടെക്നിക്കൽ ആൻഡ് ഫങ്ഷണൽ ലെവൽ. ടെക്നിക്കൽ ലെവൽ ചെയ്യാൻ പറ്റുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ റിലേറ്റഡ് കോഴ്സ് പഠിച്ച ആൾക്കാർക്കും, ഫങ്ഷണൽ ലെവൽ ചെയ്യാൻ പറ്റുന്നത് എനി ഡിഗ്രി ഉള്ള ആൾക്കാർക്കുമാണ്. SAP പഠിക്കുന്നതിലൂടെ ആമസോൺ, റിലയൻസ്, ഫ്ലിപ്കാർട്ട്, ആപ്പിൾ, വാൾമാർട്ട് ഇങ്ങനെയുള്ള MNCകൾ ഉൾപ്പെടെ ഇന്ത്യയിലും വിദേശത്തുമായി ഒത്തിരി തൊഴിലവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ അക്കൗണ്ടിംഗ് വിത്ത് SAP എന്ന കോഴ്സിലൂടെ SAPക്ക് പുറമെ ടാലി, സേജ്, സോഹോ എന്നീ സോഫ്റ്റ്വെയറുകളും കൂടാതെ GCC വാറ്റ്, GST, TDS, ESI എന്നീ മോക്ക് സൈറ്റ് വഴിയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ആകാൻ സാധിക്കുന്നു.